കൂട്ടുകാരെ കുഴങ്ങിയുടെ ഇൻട്രോ പറഞ്ഞതിന് മുമ്പ് സമയം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. ശ്രീനഗറിലെ അഷ്ടവക്ര എന്നൊരു മല കയറാൻ പോവുകയാണ് ഞങ്ങൾ. മല കയറി പകുതിയായില്ല, കാവാകായി ആയിട്ടുള്ളൂ. അതെ രാശിക്ക് പകുതി കയറിയമാതിരി തോന്നുന്നുണ്ട്. ബാഗ് ഞാൻ ഇട്ട് മനെ ടൈം എത്രയെന്ന് പറഞ്ഞ രാശി? ഓ 2 ആയി. 5 മണിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം. സീനാണ്, നല്ലോണം പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. പുലി എന്ന് പറഞ്ഞാൽ നമ്മളിന്നലെ നിന്ന റൂം വരെ അവിടേക്ക് വരെ പുലി വരുന്നുണ്ട്. അപ്പോൾ പുലികളൊക്കെ നിൽക്കുന്ന മലയൊക്കെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. കുറച്ച് അഡ്വഞ്ചറാണ്, കുറച്ച് അധികം അഡ്വഞ്ചറാണ്. റിസ്ക് ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രശ്നമല്ല. അതെ വീഡിയോ അപ്ലോഡ് ആവുക അറിയില്ല. അങ്ങനെ പറയല്ലേ. എവരിത്തിങ് വിൽ ബി ഫൈൻ. ഏതായാലും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുഫിയെ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ? 6 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗണോ അല്ലെങ്കിൽ? മോൾക്കൊരു 6 കിലോമീറ്ററും താഴേക്കൊരു 6 കിലോമീറ്ററും, ടോട്ടൽ 12 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുന്നതാണ് മുഫി പറയുന്നത്. അപ്പോൾ നല്ലോണം കയറാണ്ട്. ബാഗും കൊണ്ട് റാശി ബാക്കിലുണ്ട്, പാവം. ബാഗ് പിടിച്ചു. അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് അല്ലേ മുഫിയെ? അഷ്ടവക്ര ടെമ്പിൾ ഉണ്ട് മുകളിൽ. 8 വക്ര. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 ആണല്ലോ അല്ലേ? അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് നമുക്കൊന്ന് ടെൻ്റ് അടിച്ച് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം. കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുണ്ട്. കാശൊക്കെ നല്ലോണം ക്ഷീണിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഹോ, ഇവിടുന്ന് ഒരു കാഴ്ചയുണ്ട് അടിക്കുള്ള ടൗണ്, അടിപൊളി. ശ്രീനഗറല്ലേ അത്? ശ്രീനഗർ ടൗണ് ഫുള്ളായിട്ട് വരുന്നത് അടിപൊളി. മുകളിലെത്തി അതിലേറെ ഭംഗിയായി. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് പിന്നെ മാൾട്ട എന്താ പറയുക, സൗണ്ടൊക്കെ മാറിയുണ്ട് തണുപ്പായിട്ടാണ്. പിന്നെ ഈ ഓറഞ്ച് സിട്രസൊക്കെ പോലുള്ളൊരു സാധനമാണ്. ആ സാധനം ഇവിടെ ഉണ്ട്. ഇതാണ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അടുത്തുള്ളൊക്കെ കുറച്ച് പോയി. ഈ മരം ഫുള്ള് മാൾട്ടകളാണ്. ഫുള്ളല്ല, കുറേയൊക്കെ നോക്കൂ. പറിക്കാൻ പറ്റുമോ? പൊതു സ്ഥലമാണ്, പറിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കയ്യെത്തുന്നോർത്ത് സാധനമല്ല. അവിടെ ചിക്കോണ്ട് അടിച്ച് പറിച്ചാലോ? പക്ഷെ താഴേക്കൂലേ? നോക്കട്ടെ, നമുക്ക് മാൾട്ട വായിക്കാൻ വേണ്ടി മുഫീദ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. മധുരായാലും പുള്ളിയാലും കുഴപ്പമില്ല. അതെങ്ങനെ വർക്ക് ചെയ്യാം? ഓക്കെ, ഇതാണ് നോക്കട്ടെ. ഇതാണ് സാധനം മാൾട്ട. നമ്മൾ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സെയിം സാധനം. ഒരു മാൾട്ടയും കഴിച്ച് നമുക്ക് മലകയറ്റം തുടങ്ങാം. ഒന്നുകൂടി കുറച്ചോ? ഓക്കെ, നമുക്ക് 3ാമത്തെ മാൾട്ടയും കിട്ടി. ഈ മൂഫി മതി എല്ലാത്തിനും, മൂഫി കാണാൻ എല്ലാത്തിനും. അടൻ്റെ അടുത്ത് മൂഫി അങ്ങനെ കുയിസ് നമ്മൾ മാൾട്ടയും പിടിച്ചല്ല, മാൾട്ടയും കഴിച്ച് മലകയറ്റം തുടങ്ങാം. ഓക്കെ, വഴിയെ കാണാം. പിന്നെ പുലിയുള്ള മലയാണ്, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോണ പുലി. അത് രാത്രിയാണ്, പക്ഷേ ആ പുലികളൊക്കെ പിന്നെ സൗണ്ട് ക്ലിയർ ആവുക അറിയില്ല, നല്ല കതുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ പുലികളൊക്കെ നിൽക്കുന്നത് ഈ ഒരു മലയിലാണ്. നല്ല ഓറഞ്ച് കളർ, നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഫുള്ള് മല. എന്താണെന്നല്ല, എന്ത് രസമാണെന്നോ കാണാൻ, ഭയങ്കര മല. ഇതാണ് നമ്മുടെ ട്രാവൽ മേറ്റ്സ്. ഇത് മുഫിയാണ് ഉത്തരാഖണ്ഡിൽ നമ്മളെ കൂടെ ഉള്ളത്. ഇത് പിന്നെ ഫർസീൻ. റോഡൊക്കെ കഴിഞ്ഞ് ഇനി ഫുള്ള് ചെറിയ ട്രക്കിംഗ് സ്പോട്ട്, ചെറിയ റൂട്ടുകളാണ്, ട്രക്കിംഗ് റൂട്ടുകളാണ്. കാണാം. ഇതാണ് നമ്മൾ കയറുന്ന വഴി. വെള്ളം, സ്റ്റീക്ക്. സത്യത്തിൽ നല്ല പേടിയുണ്ട്, കാരണം റൂമിൻ്റെ മുന്നിൽ നിന്ന് പുലിനെ കണ്ടുകൊണ്ട് ആ പുലിയുള്ള കാട്ടേക്ക് കയറുകയെന്ന് പറഞ്ഞാൽ
കുറച്ച് ടാസ്ക് തന്നെയാണ്. ബട്ട് പേടിച്ചേക്കാൻ പറ്റില്ല ഗൈസ്. നോക്കുക, ഇതാണ് നമ്മളെ വഴി. പറ്റുതാ ഷോർട്ട് കട്ട് എടുത്ത് തരുന്നുണ്ട്. ചത്തു വയസ്സ് അതെന്താ പൈൻ്റെ കായോ? പൈൻമരത്തിൻ്റെ എന്നിട്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും. ഓ, ആൾട്ടർ ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ പെയിൻ്റെ കായ് എന്ന് പറഞ്ഞാൽ. ഇതാക്കി പഴയതായി ഉണങ്ങില്ലാണ്ടായിട്ട്. ടൈം 3 മണിയായി. 5 മണിനുള്ളിൽ മുകളിൽ കയറി താഴേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ സീനാണ്. ഇവിടെ ഒരു 5-5:30 ആകുമ്പോഴത്തേന് ഇരുട്ടാവും. അപ്പോൾ ഇനിയും കുറച്ചുകൂടി കയറാണ്ടെന്നാണ് പറഞ്ഞത്. ഓ, മുഫീദോടെ ഇരിക്കണം. ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, കിടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അയ്യോ, മുഫീന്ന് കുറേ ഉണ്ട് പോകാൻ? കുറച്ച് മീൻസ് 2 കിലോമീറ്ററോ? അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ആൽത്തറൊക്കെ. ഇത് ആൽമര അല്ല, ആൽമരം പോലൊരു മരം. എടാ, ഞങ്ങൾക്കൊന്നും നടക്കാൻ കഴിയില്ല. മുഫിയാണെ പേരും നടത്തോ. മുഫിയേ, ഈ എന്താ ഇങ്ങനെ നടക്കണോ? എന്താ പറഞ്ഞേ പൊളിറ്റീസിന് മാച്ച്? ആ, 2 രാജ്യങ്ങൾ യുദ്ധം ഉണ്ടാകുമ്പോ ശരിക്ക് പറഞ്ഞാല് പുലിമടയേക്കാണ് ഞങ്ങൾ കൊണ്ടോളെ. ഓ പറഞ്ഞുണ്ട്, പുലി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ അങ്ങോട്ട് പോവാണ്. ആ, നല്ല ഉറക്കാ പുലി. ഓ, എടാ ഇവിടെ ഗുഹൊക്കെ ഉണ്ടോ? കാണായോ? പുലി പിടിക്കും. കടുവണ്ടോ മുഫിയെ? ഞങ്ങളിപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അവിടുന്ന് ശ്രീനഗറിന് ഒരു 4-5 കിലോമീറ്റർ മുകളിലാണ്. ഇവിടുന്ന് വരെ താഴേക്ക് പുലി ഇറങ്ങലുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് 2 കുട്ടികളെ കൊന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ പുലിമടയൊക്കെ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് പോകേണ്ടത് കേട്ടോ, ചെറിയ റോഡ്. ഇനി മോൾക്ക് പോകാണ്ട്. കയറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി കണ്ടാലും കുറേ മുന്നിലാണ് തോന്നുന്നു, കാണില്ല. എന്താ ഒരു സൗണ്ട് കേട്ട് പുലിക്കാട കണ്ടൊരു പേടി. ഈ ചെങ്ങന്മാരത്തോടെ റോഷിയെ എവിടെയോ എടാ എടാ അടിയെന്നൊരു സൗണ്ട് കേട്ട് ഓ ഞാൻ ഓടിയുണ്ട്. കാട്ടിൻ്റെ ഉള്ളിലൊരു കുടിവെള്ള സ്രോതസ്. ഓ വെള്ളമൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ. സിട്രസിൻ്റെ കുരു വെള്ളത്തിട്ട് നമ്മളെ പഴയ മോഡല് പൈപ്പാണല്ലേ. അത് തണുത്ത വെള്ളം. അവസാനം നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അഷ്ടവക്ര ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തിന്. എന്താ വായിക്കുക? അഷ്ടവക്ര മഹാദേവ്
അഷ്ടവക്ര മഹാദേവ് കാ ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് പൗരാണിക് ഏക് സിംഫ്ർ മംഫ്ർ മന്ദിർ. കേറില്ലേ 4 കേറില്ലേ വരി. നമ്മൾ മല കയറി ഓൾമോസ്റ്റ് കഴിയാനായി. ഇവിടെ നല്ല രസമുള്ള ഗ്രാമങ്ങളാണ്. ഉത്തരാഖണ്ഡിലെ പൗരാണിക ഗ്രാമങ്ങൾ, 500 വർഷം പഴക്കമുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഈ വീടോ മേൽക്കൂര വരെ കല്ലുകൊണ്ടാണ്. അങ്ങോട്ടല്ല അങ്ങോട്ടാ നമ്മൾ പോകുന്ന വഴിക്കൊരു സംഭവം കണ്ടേ, ഒരു വെറൈറ്റി എന്താണെന്നറിയില്ല. പശുക്കളെ കൗത്താൻ എത്ര അടിക്ക് പോവും? നോക്കൂ അവിടെ വെള്ളത്തുണ്ട്. ഐ തിങ്ക് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോകുന്ന സംഭവമാണ്. അതെന്തോ ഉറവ കെട്ടി നിർത്തിയായിരിക്കൂലേ. അപ്പുറത്ത് നൈസിലൊരു ടോയ്ലറ്റ് ഉണ്ട്. പശുക്കൊക്കെ അല്ല മനുഷ്യന്മാർക്ക്. 5 മണി 4 മണി ആനായി. പുലിനെ ഉണ്ടാക്കും മച്ച മറന്നു വരിക. ഇവിടെ പുലി സീനില്ല കേട്ടോ, നമ്മൾ കയറി വന്ന വഴിയാണ്. പക്ഷെ അതിലാണ് നമുക്ക് ഇറങ്ങേണ്ടി. ഇരുട്ടി തുടങ്ങിയാൽ മനുഷ്യരക്തത്തിൻ്റെ രുചി അറിഞ്ഞ പുലി. എത്തോടാ ക്ഷേത്രത്തിൽ നിന്ന്? ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തും. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ വലത്തോട്ട് പോയാലാണ് നമ്മളെ അഷ്ടവക്ര ടെമ്പിൾ ഉള്ളത്. ഇവിടെ ഇടത്തോട്ടൊരു അടിപൊളി വ്യൂ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലം. ക്യാൻവാസും താരസും കാണാൻ. അടിപൊളി. ഇവിടൊക്കെ രാത്രി പുലി നല്ല ഇറങ്ങുന്ന സ്ഥലമാണ്. അടിയിൽ കുറേ പുലിക്കാഷ്ടൊക്കെ കാണാം. നമുക്കിവിടെ ടെൻറ്റ് കെട്ടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടുന്ന് ഒരു അടിപൊളി കാഴ്ച ഉണ്ട്. ഹിമാലയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മനമ്പ് ഇവിടുന്ന് കാണുന്നുണ്ട്. കാശി അതെ, മഞ്ഞ് മൂടിയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ക്യാമറ കാണാൻ ചാൻസ് ഇല്ല. ഓ അടിപൊളി. ആ ദൂരതാ. ഏതായാലും നമുക്ക് ടെൻറ്റ് കെട്ടാൻ തുടങ്ങാം. ആശി തുടങ്ങിക്കോ. ടെൻറ്റ് കെട്ടാണ്. ടെൻറ്റ് കെട്ടി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. ചിലപ്പം ഇവിടെ സ്റ്റേ അടിക്കാം. ഡേഞ്ചറാണ്, നമുക്ക് നോക്കാം. താഴത്തുനിന്നൊരു ദീദി ഒരു ചേച്ചി പറഞ്ഞ് 6 മണി ആയാൽ സീനാണെന്നാണ് പറഞ്ഞത്. വീഡിയോ കിട്ടാനാണ് ഞാൻ കൂടി എത്തും. ടെൻറ്റ് കെട്ടി നമ്മൾ സെറ്റാക്കിയാണ്. നമ്മൾ താഴെ ടെൻറ്റ് കെട്ടി ഇനി ടെമ്പിൾ കാണാൻ പോകണം. ഇവിടെ തന്നെ ടെമ്പിൾ കാണുന്നുണ്ട്. ഇവിടെ വരെ എത്തിയിട്ട് ടെമ്പിൾ കാണാതെ പോകാൻ മോശമല്ലേ. മുഫീദിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഓ യൂണിഫോം ടെമ്പിൾ അതാ മുകളിൽ കുറച്ചുകൂടെ ഉള്ളു. ഇതൊക്കെ പൈൻമരല്ലേടാ? ഇതൊക്കെ പൈൻമരങ്ങളാണ് കേട്ടോ. എല്ലായിടത്തും ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കിയത് തലമലി. പക്ഷേ ഇരിക്കാൻ എല്ലായിടത്തും സൗകര്യം ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓ ആ കാണുന്നതാണ് ടെമ്പിള്. നമ്മൾ ടെൻറ്റ് അടിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കുറച്ചപ്പുറത്ത് കാണുന്ന ആ ഒരു മലയിലാണ്. മലയിൽ നല്ല ഇതിൻ്റെ അടിഭാഗം തന്നെയാണ്. ഏതായാലും നമുക്ക് ക്ഷേത്രത്തിലൊന്ന് കയറി വെക്കാം. ഉയ്സ്, നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തി. ഒരു മണിയൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് നമ്മൾ കയറില്ല, ഇനിയിപ്പോൾ കയറണ്ട. ഇതാണ് മലൻ്റെ മുകളിലുള്ള ചെറിയൊരു ക്ഷേത്രം. ഇവിടെ വേറെ ഉണ്ട്. പിന്നെ ആളുകൾ തീർത്ഥാടനത്തിന് കൊണ്ട് വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിന്നെ മറ്റേ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ റൂമൊക്കെ ഉള്ള ശ്രീനഗർ ടൗണ്, പിന്നെ അളകനന്ദ നദിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ തലക്കിളങ്ങിയ തലക്കിൽ ഹിമാലയത്തിൻ്റെ മുനമ്പ് കാണുന്നുണ്ട്, ചെറിയ മഞ്ഞൊക്കെ ആയിട്ട്. പിന്നെ വെളിച്ചം കൊണ്ട് ചിലപ്പോൾ വീഡിയോയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് അടിക്കാൻ ഇറങ്ങുകയാണ്. നമ്മുടെ ടെൻ്റ് അടിച്ച സ്ഥലത്ത് പോയി പിന്നെ ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടെൻ്റ് അടിക്കണം, ഇവിടെ സ്റ്റേ ചെയ്യണം. നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ക്ഷേത്രമൊക്കെ കണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ സമയം അത്യാവശ്യം പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 5 മണിയായി, 5:30 5:45 ആകുമ്പോഴേക്കും ഇവിടെ നല്ല ഇരുട്ട് വരും. അപ്പോൾ ഇന്നിവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അടിയത്തെ വീട്ടുകാരൊക്കെ പറഞ്ഞത് പറ്റൂല, പുലി നല്ല ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ്. നമുക്ക് തിരിച്ചിറങ്ങലും ചെറിയ ടാസ്ക്കാണ്. കാരണം ഈ പുലിയുള്ള കാട്ടിൽ കൂടെ തന്നെ ഇറങ്ങണം. നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങണം. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചെടുത്താൽ. അപ്പം വീഡിയോ ദൈർഘ്യം കൂടുന്നു വിചാരിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യാണ്. അതെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും തിരിച്ചിറങ്ങുന്നതൊക്കെയുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് വരും. അപ്പോൾ ഓക്കെ.